നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നാംഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നതിനിടെ ബീഹാറിൽ വൻ സംഘർഷം. ലാഖിസാരിയിൽ ഉപമുഖ്യമന്ത്രി വിജയ്കുമാർ സിൻഹയുടെ വാഹനത്തിന് നേരെ കല്ലേറും ചെരിപ്പേറുമുണ്ടായി. RJD പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് BJPയുടെ ആരോപണം. അതേസമയം ഉച്ചവരെ ഭേദപ്പെട്ട പോളിംഗാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശ്രീനാഥ് ചന്ദ്രൻ പട്നയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീനാഥ്, ഈ ഒന്നാം ഘട്ട വോട്ടെടുപ്പിന്റെ ദിവസവും വലിയ സംഘർഷങ്ങൾ ഉണ്ടാവുകയാണ്. ഉപമുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ കല്ലേറുണ്ടാകുന്നു. അതിന് പിന്നാലെ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകുന്നു. ഈ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന ഔദ്യോഗിക കണക്ക് എങ്ങനെയാണ്? ഭേദപ്പെട്ട നിലയിലെന്നോ മികച്ച നിലയിലെന്നോ പറയാവുന്ന തരത്തിൽ അവിടെ വോട്ടിംഗ് പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് ശ്രീനാഥ് ചന്ദ്രൻ? ഭേദപ്പെട്ട പോളിംഗ് നടന്നിട്ടുണ്ട് എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. രാവിലെ തന്നെ പ്രമുഖരായ സ്ഥാനാർത്ഥികൾ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു. മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ്, പിതാവ് ലാലു പ്രസാദ് യാദവ് അടക്കമുള്ളവരോടൊപ്പം കുടുംബസമേതമെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഒരു മാറ്റത്തിനു വേണ്ടി വോട്ട് ചെയ്യൂ എന്ന് അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. മുഖ്യമന്ത്രി നിതീഷ് കുമാർ, ഉപമുഖ്യമന്ത്രിമാരായ സാമ്രാട്ട് ചൌധരി, വിജയ്കുമാർ സിൻഹ അടക്കമുള്ളവരും ഇന്ന് രാവിലെ നേരത്തെ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തി വോട്ട് രേഖപ്പെടുത്തി. ഉച്ചവരെ സമാധാനപൂർവ്വമായിരുന്നു വോട്ടിംഗ് നടന്നതെങ്കിൽ പിന്നീട് പലയിടങ്ങളിലും അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതിൽ ഏറ്റവും ഗുരുതരമായത് ഉപമുഖ്യമന്ത്രി വിജയ്കുമാർ സിൻഹ അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം ആക്രമിക്കപ്പെട്ട സംഭവമാണ്. ലഖിസാരയിൽ, അതായത് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ തന്നെയുള്ള ഒരു ബൂത്തിൽ അദ്ദേഹത്തിന്റെ പോളിംഗ് ഏജന്റുമാർക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല, അവരെ അവിടെ നാട്ടി ഓടിച്ചു എന്നൊരു പരാതി കിട്ടിയാണ് അദ്ദേഹം അവിടേക്ക് എത്തിയത് എന്ന് പറയുന്നു. പക്ഷേ അദ്ദേഹത്തെ RJD പ്രവർത്തകർ വളഞ്ഞു എന്നതാണ് അദ്ദേഹം പറയുന്നത്. ദൃശ്യങ്ങളിൽ നിരവധി ആളുകൾ അദ്ദേഹത്തിന് വാഹനത്തിന് ചുറ്റും കൂടുകയും കല്ലും മറ്റും വാഹനത്തിന് നേരെ എറിയുന്നതും കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. RJD പ്രവർത്തകർക്കെതിരെ നടപടി വേണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ വിഷയം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും കാര്യമായി ഗൗരവമായി എടുത്തിട്ടുണ്ട്. DGPയോട് ഈ കാര്യത്തിൽ കർശനമായ നടപടി സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. RJD പ്രവർത്തകരാവട്ടെ ചിലയിടങ്ങളിൽ ഇന്ന് അവരുടെ ശക്തി കേന്ദ്രങ്ങളിലെ ബൂത്തുകളിൽ വൈദ്യുത ബന്ധം തടസ്സപ്പെടുന്നുണ്ടെന്നും ബോധപൂർവമായി അവിടെ വോട്ടിംഗ് മന്ദഗതിയിലാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. അതിനോട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം അങ്ങനെ ഒരു സംഭവം ഇല്ല, അതൊരു വ്യാജമായ ഒരു പ്രചാരണം മാത്രമാണ്, എവിടെയും അത്തരത്തിൽ വൈദ്യുതി മുടങ്ങുകയോ മറ്റോ ചെയ്തിട്ടില്ല എന്നതാണ് അവർ പറയുന്നത്. ഏതായാലും ഇന്ന് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കാണാൻ വേണ്ടി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അതത് രാജ്യങ്ങളിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രതിനിധികൾ എത്തുകയുണ്ടായി. ബീഹാറിലെ പല ബൂത്തുകളിലും അവർ നേരിട്ടെത്തി ഇന്ത്യയിലെ വോട്ടിംഗ് പ്രക്രിയ നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയും ചെയ്താണ് മടങ്ങിയത്. ബീഹാറിൽ ഭേദപ്പെട്ട നിലയിലാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. അതിനിടയിൽ ഉച്ചയ്ക്ക് ശേഷം ചില അക്രമ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.